നമസ്കാരം, എല്ലാവർക്കും കണക്ക് മാഷിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന് പറഞ്ഞ പാഠത്തിലെ പേജ് നമ്പർ 42 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിരിക്കും. അപ്പം പേജ് നമ്പർ 42 ആ പേജിലെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് വെച്ച് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങളിലെ ആ പേജ് നമ്പർ 42 ആ 4 ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും ബോഡി ശ്രദ്ധിക്കുക. നമുക്ക് എ ബി ബേസ് ആയിട്ട് അല്ലെങ്കിൽ എ ബി പാദമായിട്ട് ഒരു ട്രയാങ്കിൾ തരികയാണ്. അപ്പോൾ എ ബി ബേസ് ആയ 3 ട്രയാങ്കിൾ തരികയാണ്. ഈ എ ബി വ്യാസമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കുകയാണെങ്കിൽ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, സി ഡി ഇയുടെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം കണ്ടുപിടിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എ ബി എന്ന് പറയുന്ന ബോട്ടം സൈഡ് ആ ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡ് അല്ലെങ്കിൽ ആ പാദം എന്താക്കുക, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിനെ കണക്ട് ചെയ്തുകൊണ്ട് സി ഡി ഇവയുടെ സ്ഥാനം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറയുകയാണ് എ ബി എന്താണ്, എ ബി ഡയമീറ്റർ ആണ്. എ ബി വ്യാസമാക്കിക്കൊണ്ട് ഞാനൊരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം വരച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എനിക്കിവിടെ ആംഗിൾ ഇ എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ് അല്ലേ. ആംഗിൾ ഇ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് 110 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം 110 എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കും, 90നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ 110 എന്ന് പറയുന്നത് 110 ഈസ് ഗ്രേറ്റർ ദാൻ 90 അല്ലേ. അപ്പം 110 എന്ന് പറയുന്നത് 90നേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്കറിയാം ഏത് ആംഗിൾ ആണോ 90നേക്കാൾ കൂടുതൽ ആ ആംഗിളിന്റെ പോയിന്റ് അല്ലെങ്കിൽ ആ വെർട്ടെക്സ് എന്ന് പറയുന്നത് ആ ശീർഷം എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. അപ്പൊ അവന്റെ സ്ഥാനം എവിടെയാണ്, ഇൻസൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വൃത്തത്തിന് എവിടെയായിരിക്കും, അകത്തായിരിക്കും. റീസൺ ഇത്രയേ ഉള്ളൂ, 110 എന്ന് പറയുന്ന കോണളവ് 90നേക്കാൾ കൂടുതലായതുകൊണ്ട് 110 എന്തിനേക്കാൾ കൂടുതലാണ്, 90നേക്കാൾ കൂടുതലായതുകൊണ്ട് അവന്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത് ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. അല്ലെങ്കിൽ വൃത്തത്തിന് എവിടെയായിരിക്കും, അകത്തായിരിക്കും. നമുക്ക് നോക്കാം ആംഗിൾ ബി. ഇത് സ്ക്വയർ കോർണർ ആണ്. ഈ സ്ക്വയർ കോർണർ എന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഇത് വരയ്ക്കുകയാണെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ആംഗിൾ ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ അവന്റെ പൊസിഷൻ നമുക്ക് കണ്ണടച്ച് പറയാം എവിടെയായിരിക്കും, ഓൺ ദ സർക്കിൾ ആയിരിക്കും. അല്ലെങ്കിൽ അത് എവിടെയായിരിക്കും, വൃത്തത്തിലായിരിക്കും. അപ്പൊ ഏതെങ്കിലും കോൺ എത്രയാണെങ്കിൽ 90 ആണെങ്കിൽ അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആയിരിക്കും. അല്ലെങ്കിൽ എവിടെയായിരിക്കും, വൃത്തത്തിലായിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ സി ആണ്. ആംഗിൾ സി is equal to 70 ഡിഗ്രി 70 ഡിഗ്രി തന്നു. നമുക്കറിയാം 70 ഡിഗ്രി എന്ന് പറയുന്നത് 90നേക്കാൾ കുറവാണ്. അപ്പോൾ 70 ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ 90 90നേക്കാൾ കുറവായതുകൊണ്ട് ഏത് കോണാണോ 90നേക്കാൾ കുറവായിട്ട് വരുന്നത് അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഔട്ട്സൈഡ് ദി സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പൊ ഇവന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഔട്ട്സൈഡ് അല്ലെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കും. ക്വസ്റ്റ്യൻ കൂടെ പറയാം. എ ബി എന്ന് പറയുന്ന ആ സൈഡ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ സി, ആംഗിൾ ഡി, ആംഗിൾ ഇ ഇവ ഉപയോഗിച്ച് സിയുടെയും ഡിയുടെയും ഇയുടെയും സ്ഥാനം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് മനസ്സിലായി ആംഗിൾ ഇ 90യേക്കാൾ കൂടുതലായതുകൊണ്ട് ഇൻസൈഡ്, ആംഗിൾ ഡി 90 ആയതുകൊണ്ട് മാത്രം ഓൺ ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിലായിരിക്കും. അടുത്ത ആംഗിൾ സി എന്ന് പറയുന്നത് 70 ആണ്. ഈ 70 എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ് അല്ലെ. 90നേക്കാൾ കുറവായതുകൊണ്ട് അവന്റെ സ്ഥാനം എന്തായിരിക്കും, ഔട്ട്സൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, പുറത്തായിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 42 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 42 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇതാണ്. നമുക്കിവിടെ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു ചതുർഭുജമുണ്ട് അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടല്ലോ. ഈ ക്വാഡ്രിലാറ്ററിന് എത്ര ആംഗിൾസ് ഉണ്ട്, 4 ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാ, ആംഗിൾ പി ഉണ്ട്, ആംഗിൾ ക്യൂ ഉണ്ട്, ആംഗിൾ ആർ ഉണ്ട്, ആംഗിൾ എസ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ചതുർഭുജത്തിന്റെ ഓരോ ഡയഗണലും
ഓരോ വികരണങ്ങളും വ്യാസമാക്കിക്കൊണ്ട് വൃത്തം അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെതിരെ കിടക്കുന്ന വെർട്ടെക്സ് ശീർഷങ്ങളുടെ സ്ഥാനം കണ്ടുപിടിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞുതരാം. PQRS എന്ന് പറയുന്ന ചതുർഭുജത്തിലെ ഓരോ ഡയഗണലും വ്യാസമാക്കിക്കൊണ്ട് വൃത്തം വരച്ചാൽ, ഓരോ വികരണവും വ്യാസമാക്കിക്കൊണ്ട് വൃത്തം വരച്ചാൽ ആ വികരണത്തിന് എതിരെ കിടക്കുന്ന ബിന്ദുവിന്റെ സ്ഥാനം കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ആ ബിന്ദുവിന്റെ സ്ഥാനം കണ്ടുപിടിക്കണമെങ്കിൽ ആ ബിന്ദുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കോണുകളും അല്ലെങ്കിൽ എല്ലാ ആംഗിൾസും നമുക്ക് വേണം. പക്ഷെ ഇവിടെ നമുക്ക് എസ് എന്ന് പറയുന്ന ഒരു ആംഗിൾ അവർ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ കണക്കിന് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ എസ് എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടീസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജത്തിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കും. അത് ഏത് ചതുർഭുജമായാലും, റെക്ടാംഗിൾ, സ്ക്വയർ, പാരലോഗ്രാം, അങ്ങനെ ഏതായാലും 4 വശമുള്ള ഏതൊരു രൂപത്തിന്റെയും ആകെ കോണിന്റെ തുകയെന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ആ ഒരു തത്വം അനുസരിച്ച് നമുക്കിവിടെ എസ് എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. എനിക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ആംഗിൾ എസ്. ഞാൻ പറയുകയാണ്, ആംഗിൾ എസ് എന്ന് പറയുന്നത് 360 നിന്നും എനിക്ക് ബാക്കിയുള്ള ആംഗിൾസിന്റെ തുക കുറച്ചാൽ മതിയാവും. അപ്പൊ എസ് എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആകെ കോണുകളുടെ തുക, ആകെ സം ഓഫ് ആംഗിൾ എത്രയാ? 360 ആണ്. ആ 360യിൽ നിന്നും ബാക്കിയുള്ള കോണിന്റെ തുക നമുക്ക് കുറയ്ക്കണം. ബാക്കിയുള്ള കോൺ അതൊക്കെയാ 105 പ്ലസ് 110 പ്ലസ് 55 ഇസ് ഈക്വൽ ടു 360 മൈനസ് 105 പ്ലസ് 55 എത്ര കിട്ടും? 100 50 180 180 10 160 160 110 270 കിട്ടി. എത്ര കിട്ടി? 270. നമുക്ക് മനസ്സിലായി 360 നിന്നും 270 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 360 നിന്നും ബാക്കിയുള്ള എല്ലാ കോണുകളും കുറച്ചപ്പോൾ നമുക്ക് ആംഗിൾ എസ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി ആണല്ലോ. അപ്പോൾ ആംഗിൾ എസ് നമുക്ക് എന്തെന്ന് കിട്ടി? 90 ഡിഗ്രി സ്ക്വയർ കോർണർ. ഈ സിമ്പിൾ കൊടുക്കാം. അപ്പൊ ആംഗിൾ എസ് നമുക്ക് എത്ര കിട്ടി? 90 കിട്ടി. അപ്പൊ നമുക്ക് ഇനി പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് PQRS എന്ന് പറയുന്ന ചതുർഭുജത്തിലെ എല്ലാ കോണുകളും കിട്ടി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ല. ഈ ചതുർഭുജത്തിന്റെ ഓരോ വികരണവും ഓരോ ഡയഗണലും എന്താക്കുക? വ്യാസമാക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക, വൃത്തം വരച്ചാൽ ആ വ്യാസത്തിന് എതിരെ കിടക്കുന്ന ആ പോയിന്റ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ, അത് ഓൺ ദ സർക്കിൾ ആണോ, അകത്താണോ പുറത്താണോ വൃത്തത്തിലാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്നത് PR എന്ന് പറയുന്ന ഡയഗണൽ ഞാൻ എന്താക്കിയാണ്? ഡയമീറ്റർ ആക്കിയാണ്. അപ്പോൾ PR എന്ന് പറയുന്ന ഡയഗണൽ ഞാൻ എന്താക്കിയാണ്? ഡയമീറ്റർ. PR എന്ന് പറയുന്ന വികരണം ഞാൻ എന്താക്കിയാണ്? വ്യാസമാക്കുകയാണെങ്കിൽ, അപ്പോൾ PR ആണല്ലോ നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ വ്യാസം. ഈ വ്യാസത്തിന് എതിരെ കിടക്കുന്ന രണ്ട് കോണുകൾ, അവയുടെ സ്ഥാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ PR എന്ന് പറയുന്ന ഈ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്ററിന് എതിരെ കിടക്കുന്ന രണ്ട് കോണുകളാണ് ആംഗിൾ എസ് ഉണ്ട്, ആംഗിൾ Q ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ പറയുകയാണ് ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? ശരിയല്ലേ? ആംഗിൾ എസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണോ? ഏത് കോണാണോ 90 ഡിഗ്രി ആകുന്നത് അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ. അവന്റെ സ്ഥാനം എവിടെയാണ്? ഓൺ ദ സർക്കിൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? വൃത്തത്തിലായിരിക്കും. കാരണം എന്താ? PR എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. ആംഗിൾ എസ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാ. 90 ആയതുകൊണ്ട് PR വെച്ചൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ എസിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ആംഗിൾ എസ് എന്തായതുകൊണ്ട് മാത്രം. ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി. ഈ PR എതിരെ കിടക്കുന്ന എസ് മാത്രമല്ല, പിന്നെ എന്തുണ്ട്? ആംഗിൾ Q ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ Q ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. ആംഗിൾ Q ഈസ് ഈക്വൽ ടു 55. ഈ 55 എന്ന് പറയുന്നത് 90-നേക്കാൾ ചെറുതാണോ വലുതാണോ? 90-നേക്കാൾ ചെറുതായത് കൊണ്ട് അപ്പൊ ആംഗിൾ Q ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി അല്ലെ? ആ ആംഗിൾ എന്ന് പറയുന്നത് 90-നേക്കാൾ കുറവായത് കൊണ്ട് അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും. ഔട്ട്സൈഡ് ദി സർക്കിൾ. അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഔട്ട്സൈഡ് അല്ലെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കും.
അപ്പൊ നമുക്ക് കിട്ടിയ ആംഗിൾ Q 55 ആയതുകൊണ്ട് അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഔട്ട്സൈഡ് അല്ലെങ്കിൽ ആ വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പോൾ PR എടുത്തപ്പോൾ ഇതിലെ കിടക്കുന്ന രണ്ട് ബിന്ദുക്കൾ ഏതൊക്കെയാണ്? S Q ആയിരുന്നു. ഇനി PR എന്ന് പറയുന്ന ഡയഗണൽ വികരണമല്ല എടുക്കാൻ പോകുന്നത്. പിന്നെ ഏതാണ്? S Q എന്ന് പറയുന്ന വികരണം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അത് എടുക്കാൻ പോകുന്നേ S Q എന്ന് പറയുന്നത് എന്തെടുക്കുകയാണ്? വികരണം എടുക്കുകയാണെങ്കിൽ അപ്പൊ S Q എന്ന് പറയുന്ന ഡയഗണൽ ഞാൻ എന്താക്കുകയാണ്? ഡയമീറ്റർ ആക്കിയാണ്, വ്യാസമാക്കുകയാണെങ്കിൽ ആ ഡയമീറ്ററിന് എതിരെ കിടക്കുന്ന രണ്ട് ബിന്ദുക്കളാണ് P യും R. ശരിയല്ലേ? അപ്പോൾ ആ വികരണത്തിന് എതിരെ കിടക്കുന്ന അല്ലെങ്കിൽ ആ വ്യാസത്തിനെതിരെ കിടക്കുന്ന രണ്ട് ബിന്ദുക്കളാണ് P യും R ഉം. ആംഗിൾ P നമുക്കറിയാം. ആംഗിൾ P is equal to 105 105 ഡിഗ്രി. ആംഗിൾ P 105 എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലാ? 90-നേക്കാൾ കൂടുതലാ. അപ്പോൾ 105 എന്ന് പറയുന്ന ആംഗിൾ 90-നേക്കാൾ കൂടുതലായതുകൊണ്ട് അപ്പൊ ഏത് ആംഗിൾ ആണോ, ഏത് കോണാണോ 90-നേക്കാൾ കൂടുതലാകുന്നത് അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇൻസൈഡ് ആയിരിക്കും. അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഇൻസൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ വൃത്തത്തിന് എവിടെയായിരിക്കും? അകത്തായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ ആംഗിൾ P എന്ന് പറയുന്നത് 105 ആണ്. ഈ 105 എന്ന് പറയുന്നത് 90-നേക്കാൾ കൂടുതലായതുകൊണ്ട് അല്ലെ, 90-നേക്കാൾ കൂടുതലായതുകൊണ്ട് അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? സോറി, എവിടെയായിരിക്കും? ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ വൃത്തത്തിന് അകത്തായിരിക്കും. നമുക്ക് P മാത്രം നോക്കിയാൽ പോരാ, പിന്നെ എന്തുകൂടെ നോക്കണം? ആംഗിൾ R കൂടെ നോക്കണം. ഓക്കെ, ആംഗിൾ R is equal to ഇതേപോലെ 110 ആണ്. എന്തിനേക്കാൾ കൂടുതലാണ്? 90-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 110 എന്ന് പറയുന്നത് 90-നേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്ക് കണ്ണടച്ച് പറയാം അവന്റെ സ്ഥാനം എന്ത് തന്നെയായിരിക്കും? ഇൻസൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ വൃത്തത്തിന് എന്തായിരിക്കും? അകത്തായിരിക്കും. സാധാരണ SSLC പരീക്ഷയിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇത്. ഒരു കോറിലേറ്റ് തരും, ഒരു ആംഗിൾ അവർ മിസ് ചെയ്ത് തരും, നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഡയഗണൽ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ആ വികരണം വ്യാസമാക്കിക്കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ കണ്ടുപിടിക്കാൻ SSLCക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ടൈം എക്സാമിനും ഈ ക്വസ്റ്റ്യൻ കണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ഡയഗണലും ഡയമീറ്റർ ആക്കിക്കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആ വെർട്ടെക്സിന്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം കണ്ടുപിടിക്കുക. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 42-ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ വശങ്ങളോട് കൂടിയ ഒരു ത്രികോണം വരയ്ക്കുക. അപ്പൊ നമുക്ക് വരയ്ക്കേണ്ട ത്രികോണത്തിന്റെ വശങ്ങൾ ഏതൊക്കെയാണ്? 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണം വരച്ചിട്ട് ഇതിന്റെ ഓരോ വശവും നമ്മൾ എന്താക്കുക? ഡയമീറ്റർ ആക്കുക, അല്ലെങ്കിൽ വ്യാസമാക്കുക. അപ്പോൾ 5 സെന്റിമീറ്റർ വ്യാസമാക്കുക, 12 സെന്റിമീറ്റർ വ്യാസമാക്കുക, 13 സെന്റിമീറ്റർ വ്യാസമാക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, വ്യാസം വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 2 പോയിന്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് മൂന്നാമത്തെ പോയിന്റിന്റെ സ്ഥാനം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ വശങ്ങളോട് കൂടിയ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം വരച്ചിട്ട് അതിന്റെ മൂന്നാമത്തെ വെർട്ടെക്സിന്റെ എന്ത് കണ്ടുപിടിക്കുക? സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ. ഓരോന്നും നമ്മൾ എന്താക്കി വരയ്ക്കണം? വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആക്കി വരയ്ക്കണം. ഇപ്പൊ ജസ്റ്റ് നമുക്കൊരു 5, 12, 13 എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് വരയ്ക്കുമ്പോൾ തന്നെ കിട്ടും. നമ്മൾ സ്കെയിലും കോമ്പസും എല്ലാം എടുത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതൊരു ഫിക്സഡ് ട്രയാങ്കിൾ ആണ് നമുക്ക് മനസ്സിലാവും, നമ്മൾ പഠിച്ച ട്രയാങ്കിൾ ആണ് നമുക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങനെ വരയ്ക്കാതെ തന്നെ നമുക്ക് നേരിട്ട് 5, 12, 13 ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഈ നമ്പേഴ്സ് എന്തെങ്കിലും പേരുണ്ടോ? നമുക്കത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തിയറമാണ് എന്തുവാ? പൈതഗോറസ് തിയറം. അപ്പൊ ഈ തരുന്ന 3 നമ്പർ പൈതഗോറസ് തിയറം അനുസരിക്കുന്ന 3 സംഖ്യകളാണോ? അപ്പൊ എന്താണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും 2 നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത്, ഏതെങ്കിലും 2 സംഖ്യയുടെ വർഗങ്ങളുടെ തുകയെന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യയുടെ വർഗത്തിന് ആ സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ such a type of numbers is called Pythagorean triplet. Such a type of numbers is called Pythagorean triplet. അത്തരം സംഖ്യകൾ പറയുന്ന പേരാണ് Pythagorean triplet. കാരണം ആ സംഖ്യകൾ ഉപയോഗിച്ച് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിൾ ആയിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമായിരിക്കും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ സംഖ്യ ഏതൊക്കെ?
5, 12, 13 ഇവ ഉപയോഗിച്ച് നമുക്ക് മട്ടത്രികോണം വരയ്ക്കണമെങ്കിൽ ഏതെങ്കിലും രണ്ട് നമ്പറിന്റെ വർഗത്തിന്റെ തുക. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ എടുക്കാം. ഏതൊക്കെയാ? 5ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ. നമുക്കറിയാം 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144 ഈസ് ഈക്വൽ ടു 169 അല്ലേ? ഈ 169 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? ഈസ് ഈക്വൽ ടു 13ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 5ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 169, 169 കിട്ടി. ഈ 169 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം, 13ന്റെ സ്ക്വയർ ആണെങ്കിൽ ഈ 5, 12, 13 ഇവ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്ന ഒരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏത് ട്രയാങ്കിൾ ആയിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമായിരിക്കും. കണ്ണടച്ച് പറയാം. ഇതേപോലെ വേറെ സംഖ്യകൾ കാണും, നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ 3, 4, 5 അല്ലേ? 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ എത്രയാ? 3ന്റെ സ്ക്വയർ 9 പ്ലസ് 16 ഈസ് ഈക്വൽ ടു 25. അപ്പൊ നമുക്ക് പറയാം 3, 4, 5 ഇവ ഉപയോഗിച്ച് ഏത് ട്രയാങ്കിൾ വരച്ചാലും ആ ട്രയാങ്കിൾ ഏതായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം ആയിരിക്കും. അപ്പോൾ 5, 12, 13 ഉപയോഗിച്ച് ഞാൻ ഒരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ അത് മട്ട ത്രികോണം ആയിരിക്കും. കാരണം എന്തുവാ? അത് നമ്മുടെ പൈതഗോറസ് തിയറം എന്തോ ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കതിനകത്ത് ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പൊ 13 ആണ് ഇതിനകത്ത് കർണവാട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതായിരിക്കും? ഹൈപ്പോട്ടനസ്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സൈഡ് ആണല്ലോ ഹൈപ്പോട്ടനസ്. അപ്പൊ അത് ഏറ്റവും വലിയ സൈഡ് 13 ആണ്. ആ 13 പറയുന്നത് എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കണം? മട്ടകോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കണം ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. പേര് കൊടുക്കാം ABC. ഇത് എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി. ഏറ്റവും വലിയ സൈഡ് 13 കൊടുത്തു, ഇവിടെ ഞാൻ 5 കൊടുത്തു, ബാക്കി എത്രയാ? ഇവിടെ 12 സെന്റിമീറ്ററും കൊടുത്തു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടുത്തെ ഓരോ സൈഡും ഞാൻ എന്താക്കുകയാണ്? വ്യാസമാക്കുകയാണ്, ഡയമീറ്റർ ആക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഓരോ സൈഡും ഞാൻ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആക്കിക്കൊണ്ട് എന്ത് വരയ്ക്കുകയാണെങ്കിൽ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ AB എന്ന് പറയുന്ന സൈഡ് വെച്ച് ഞാൻ എന്ത് വരയ്ക്കുകയാണ്? സർക്കിൾ വരച്ചാൽ സിയുടെ സ്ഥാനം കണ്ടുപിടിക്കണം. അതേപോലെ AC ഉപയോഗിച്ച് ഞാൻ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ACക്ക് ഓപ്പോസിറ്റ് ഏതാ? B. ബിയുടെ സ്ഥാനം കണ്ടുപിടിക്കണം. അതേപോലെ BC ഉപയോഗിച്ച് ഞാൻ എന്ത് വരയ്ക്കുകയാണെങ്കിൽ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കണം? എയുടെ സ്ഥാനം. അപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഒരു വെർട്ടെക്സിന്റെ സ്ഥാനം കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ആ വെർട്ടെക്സിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കോൺ വേണം, അല്ലെങ്കിൽ ആംഗിൾ വേണം. നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ആപ്പറുടെ ക്ലൂ എന്ന് പറയുന്നത് ആംഗിൾ A എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ? ആംഗിൾ A ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയുന്ന ഒറ്റ ക്ലൂ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ബാക്കി രണ്ട് ആംഗിൾ എങ്ങനെയായിരിക്കും? നമുക്കറിയാം ഒരു ത്രികോണം അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 180 ആയിരിക്കും. ഒരു ത്രികോണത്തിന്റെ ആകെ കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? 180 ആണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എനിക്കറിയാം എത്ര ഡിഗ്രിയാ? 90. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടുകയാണെങ്കിൽ എനിക്ക് 180 മൈനസ് 90 സമം ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു എനിക്ക് എത്ര ഡിഗ്രി എന്ന് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സിയും എനിക്ക് എന്തെന്ന് കിട്ടി? 90 കിട്ടി. അപ്പൊ ഏതോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഏതോ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ എനിക്ക് 90 കിട്ടണം. ഏതൊക്കെ വരാം? 1 വരാം, 89 വരാം, 2 വരാം, 88 വരാം, 3 വരാം, 87 വരാം. അതേപോലെ പോകാൻ എത്ര വരാം? 89 വരാം, 1 വരാം. ഇങ്ങനെ ചെയ്തു പോകാൻ നമുക്ക് എന്തൊക്കെ വരാം? 1 വരെ 89 വരാം, 2 വരെ 88 വരാം, 3 വരെ 87 വരാം. അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ 89 വരാം, 1 വരാം. ഈ ആംഗിൾസ് നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾസ് എല്ലാം അക്യൂട്ട് ആംഗിൾസ് ആണ്. ഈ ബിയും സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 90യേക്കാൾ കുറവായിരിക്കും. ബിയും സി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? 90യേക്കാൾ കുറവായിരിക്കും. ഒരിക്കലും 90യേക്കാൾ കൂടുകയില്ല. കാരണം ഈ രണ്ട് ആംഗിൾസിന്റെ തുകയെന്ന് പറയുന്നത് 90 ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? 90നേക്കാൾ കുറവായിരിക്കും. അത് ഏതായിരിക്കും? അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. നമുക്ക് പറയാം
ആംഗിൾ ബി കോമ ആംഗിൾ സി ആർ ലെസ് ദാൻ 90. ഈ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവായിരിക്കും? 90-നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് 90-നേക്കാൾ കുറവാണ്. അക്യൂട്ട് ആംഗിൾ, ന്യൂനകോണായിരിക്കും. ആംഗിൾ ബി എന്ത് തന്നെയായിരിക്കും? 90-നേക്കാൾ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ആംഗിൾ എ കിട്ടി, പിന്നെ ആംഗിൾ സി കിട്ടി, പിന്നെ ആംഗിൾ ബി കിട്ടി. നമ്മൾ പറയാൻ പോകുന്നത് ഓരോ സൈഡും എന്താക്കാൻ പോവുകയാണ്? ഡയമീറ്റർ ആക്കാൻ പോവുകയാണ്. ഓരോ സൈഡും നമ്മൾ എന്താക്കാൻ പോവുകയാണ്? ഡയമീറ്റർ ആണെങ്കിൽ ആദ്യം ഞാൻ ഡയമീറ്റർ ആക്കാൻ പോകുന്നത് എ ബി. അപ്പോൾ ആദ്യം ഞാൻ ഡയമീറ്റർ ആക്കുന്നത് എന്താണ്? 5 സെന്റിമീറ്റർ ആയ എ ബി ഡയമീറ്റർ ആക്കിയാൽ ആ എ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സ് ഏതാ? സി ആണ്. അപ്പോൾ എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് സി ആണ്. ഈ സി എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവാണ്? 90-നേക്കാൾ കുറവാണ്. അപ്പൊ സി എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവാണ്? 90-നേക്കാൾ കുറവായതുകൊണ്ട് ഏത് ആംഗിൾ ആണോ 90-നേക്കാൾ കുറവ് അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ ആ വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പോൾ എ ബി എടുത്ത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ സി എവിടെയായിരിക്കും? ആ വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പൊ എ ബി എടുത്തു. സെക്കൻഡ് കേസ് ഏതാ? എ സി. എ സി ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ എടുത്ത് ഞാൻ സർക്കിൾ വരച്ചു. അപ്പൊ എ സി എന്ന് പറയുന്ന ആ സൈഡിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാ? ബി ആണ്. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവാണ്? 90-നേക്കാൾ കുറവായതുകൊണ്ട് ഏത് ആംഗിൾ ആണോ 90-നേക്കാൾ കുറവ് അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഔട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പോൾ എ ബി എടുത്തു, പിന്നെ എ സി എടുത്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എ ബി എടുത്തു, എ സി എടുക്കുന്നത് ബി സി. അടുത്തെടുക്കാൻ പോകുന്നത് ബി സി ഇസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ. ബി സി ഇസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ. ആ ബി സി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എ. ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണോ? ആംഗിൾ എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് പറയാം അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ അല്ല, ക്ഷമിക്കണം. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഓൺ ദ സർക്കിൾ. ഞാൻ ഓൺ ദ സർക്കിൾ തന്നെ പറഞ്ഞില്ലേ, സോറി. അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? വൃത്തത്തിൽ തന്നെയായിരിക്കും. അകത്തോ പുറത്തോ ഇല്ല, എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. അവന്റെ പൊസിഷൻ ഓൺ ദ സർക്കിൾ ആയിരിക്കും. ബാക്കിയുള്ള കണക്കെന്ന് പറയുന്നത് ഇനി എന്റെ അടുത്ത വീഡിയോയിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഓൾ എനേബിൾ ചെയ്യുക.